ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കിട്ടിയതായി സംശയം. പിടിയിലായ മുസമിൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നുവെന്നതിന്റെ ചില സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിദേശത്ത് നിന്ന് ഭീകരർ ബോംബ് നിർമ്മാണത്തിന്റെ വീഡിയോകൾ ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് വിവരം. ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കിട്ടിയതായി സംശയം. പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും IS ശാഖയായ അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി. തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉഗാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരെയും ജെയ്ഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. വിദേശത്ത് നിന്ന് സ്ഫോടനം നിയന്ത്രിച്ച 3 ഭീകരരുടെ പേരുകളാണ് ഏജൻസികൾക്ക് കിട്ടിയത്. ഇതിൽ ഉഗാസ എന്നയാളാണ് തുർക്കി, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് മുസ്ലിമിനെ കൊണ്ടുപോയത്. ഇന്ത്യൻ മുജാഹിദ് ഭീകരൻ മിർസ ഷദാബ് ബേഗിന്റെ പങ്കും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. 2008 ബഡ്ല ഹൌസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഭീകരനാണ് ബേഗ്. ഇയാൾ അൽഫനാഹ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉമർ നബിയുടെ സമൂഹമാധ്യമ അക്കൗണ്ട് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ഭീകര സംഘടനയിലെ മറ്റംഗങ്ങളെ തേടി കാൺപൂരിലും പരിശോധന പുരോഗമിക്കുകയാണ്. ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത ഹാപ്പൂരിലെ ഡോക്ടറെ വിട്ടയച്ചു. ചെങ്കോട്ട സ്ഫോടന കേസിൽ NIA ഇന്നലെ അറസ്റ്റ് ചെയ്ത 4 പേരെ കോടതി ചോദ്യം ചെയ്യാൻ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡോക്ടർ മുസമീൻ ഷഹീൻ, ഡോക്ടർ അദിൽ അഹമ്മദ്, വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ്, മുഫ്തി ഇർഫാൻ അഹമ്മദ് എന്നിവരെയാണ് 10 ദിവസം ചോദ്യം ചെയ്യാൻ NIAക്ക് കസ്റ്റഡി അനുവദിച്ചത്. 15 ദിവസത്തെ കസ്റ്റഡിയാണ് NIA ആവശ്യപ്പെട്ടത്. നേരത്തെ അമീർ ഷാദിദ് അലി, സിർബില വാനി എന്നിവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ആകെ 6 പേരുടെ അറസ്റ്റാണ് ഇതുവരെ NIA കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.